ലാലേട്ടൻ്റെ ഞാൻ സ്ക്രിപ്റ്റെല്ലാം പറയും പോയിട്ടുണ്ട് കേട്ടോ. ആൻ്റണി പെരുമ്പാറ്റത്തെ സ്ക്രിപ്റ്റെല്ലാം പറയും പോയിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ സ്ക്രിപ്റ്റ് പറയും പോയിട്ടുണ്ട്. മമ്മൂക്ക ജോർജ് ചേട്ടനാണ് കേട്ടിരിക്കുന്നത്, കഥ കേട്ടിരിക്കുന്നത്. ചേട്ടന് ഭയങ്കര കഥയിൽ ഇഷ്ടപ്പെട്ടതിന്, പക്ഷേ പറഞ്ഞ ഇത് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ഒരു കഥയാന്ന് പറഞ്ഞു. ചെറിയൊരു മാറ്റമുണ്ട്, സാമ്യം ചെറിയൊരു മാറ്റമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടായെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നിൽക്കുന്നു കാര്യങ്ങളൊക്കെ. ഇതിനിടയ്ക്ക് പിന്നെ ഈ സിനിമയോടുള്ള ഒരു അഭിനയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അഭിനയം എങ്ങനെയാണ് പിന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോ? കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനെ കുറിച്ച് വണ്ണ് എന്ന സിനിമയിൽ നമുക്ക് തൊട്ടടുത്തായിട്ടുണ്ട് MLA ആയിട്ട്. അതെങ്ങനെയാണ് ആ അവസരം കിട്ടിയത്? എങ്ങനെയാണ് അതിൻ്റെ അവസരം കിട്ടിയിരിക്കുന്നത്? അന്ന് നമ്മളെ പ്രൊഡക്ഷൻ കൺട്രോൾ അവർ വഴി, പിന്നെ അതിൻ്റെ ഡയറക്റ്റ് അടുത്തൊരു അറിയാവുന്ന ഒരാളാണ് സന്തോഷ് വിഷമം. അദ്ദേഹത്തെ അത് വേറെ ആളെ വഴി ഞാൻ കണക്ട് ചെയ്ത്, ബാധയ്ക്ക് വഴി കണക്ട് ചെയ്ത്, അങ്ങനെയൊക്കെയാണ് ആ ഒരു സാധനം കിട്ടിയിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ടാവും വിചാരിച്ചു, പക്ഷേ അത് നടന്നിട്ടില്ല. ഒരു ഫ്രെയിമിൽ മമ്മൂക്കയുടെ കൂടെ മമ്മൂക്കാൻ്റെ കൂടെ തന്നെ ജോർജിൻ്റെ തൊട്ടിപ്പുറത്ത് അതിൻ്റെ ഞാൻ ഇരിക്കുന്നതാണ്. പിന്നെ ക്രോണിക് ബാച്ചിലർ അതിലാണ് അഭിനയിച്ചു. അല്ല, ക്രോണിക് ബാച്ചല്ല, അമർ അക്ബർ അന്തോണി. അത് നാദർഷഖാൻ പടം. അതിൽ നാദർഷഖാൻ നമ്മൾക്ക് നല്ല ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ലിഫ്റ്റിൽ പോയി കയറിയിരിക്കും, ജയസുരൻ തല്ലിടുന്ന സീനാണെന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റിന്റെ ഉണ്ടല്ലോ, പെട്ടെന്നുള്ള ആ തള്ളിയിടലും പോയിട്ട് പോസ്റ്റ് നോക്കുന്നതൊക്കെ എല്ലാവരും സീനൊക്കെയായിരുന്നു. തള്ളിയത് പോലെയാണ് എന്നോട് തല്ലേനാ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ആയി മാറിയത്. പക്ഷെ അത് നല്ല രസമായിരുന്നു. അതിൻ്റെ ഡയലോഗൊന്നും ഇല്ലായിരുന്നു, പക്ഷെ നല്ലൊരു ഇതായിരുന്നു. അതെല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു.